ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി ഗുരുതര വീഴ്ച വരുത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം. പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അതിരുവിട്ട് സഹായിക്കാനായി ദേവസ്വം മാനുവൽ തന്നെ തിരുത്തിയെഴുതി. മിനിറ്റ്സ് തിരുത്തിയതും പുതിയ ഉത്തരവുകൾ എഴുതി ചേർത്തതും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ അറിവോടെയെന്നും SITയുടെ കണ്ടെത്തൽ. എല്ലാം പത്മകുമാർ പറഞ്ഞിട്ടെന്ന് അറസ്റ്റിലായ അന്നത്തെ ദേവസ്വം മെമ്പർ N വിജയകുമാറും വെളിപ്പെടുത്തി. ഇതിനിടെ D മണിയുടെ സുഹൃത്തുക്കളായ ബാലമുരുകനോടും ശ്രീകൃഷ്ണനോടും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ SIT നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ചില നിർണായക നീക്കങ്ങൾ നടക്കുന്നു. ഓരോ ദിവസവും നിർണായക വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. എന്നാലും പത്മകുമാറിന്റെ അറിവോടെയാണ് അവിടെ എല്ലാം നടന്നത് എന്നാണ് N വിജയകുമാർ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മൊഴി എത്രത്തോളം കുരുക്കിലാക്കും ദേവസ്വം ബോർഡിന്? തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നലെയാണ് വിജയകുമാറിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. വിജയകുമാറിനെ നീണ്ട മണിക്കൂറുകൾ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ പത്മകുമാർ പറഞ്ഞിട്ടാണ് താൻ എല്ലാം ചെയ്തത്. പ്രധാനമായും സഖാവ് പറഞ്ഞു, താൻ ഒപ്പിട്ടു എന്നൊരു വാക്ക് തന്നെയാണ് വിജയകുമാർ SITക്ക് മൊഴി നൽകിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പത്മകുമാർ ഇത്തരത്തിലൊരു മൊഴി നൽകിയിരുന്നു. അതായത് ഈ സംഭവം നടക്കുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോട് കൂടിയാണ്. ശങ്കർദാസും വിജയകുമാറും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പത്മകുമാർ നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ താൻ നിരപരാധിയാണെന്നും തനിക്ക് ഒരു കാര്യവും, അതായത് ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല എന്നൊരു കാര്യമായിരുന്നു വിജയകുമാർ പറഞ്ഞത്. മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ പിൻവലിച്ചുകൊണ്ട് കുടുംബത്തിന്റെയും അഭിഭാഷകന്റെയും നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി വിജയകുമാർ കീഴടങ്ങിയത് എന്ന് തന്നെയാണ്. പിന്നീട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. പിന്നീട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. ഈ ചോദ്യം ചെയ്യലിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പത്മകുമാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡിന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പ്രത്യേകിച്ച് ഈ മിനിറ്റ്സ് അടക്കം തിരുത്തുകയും പുതിയ കാര്യങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തി എന്നത് തന്നെയാണ് അന്വേഷണ സംഘവും കണ്ടെത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് പത്മകുമാർ പറഞ്ഞു. സഖാവ് പറഞ്ഞതനുസരിച്ചാണ് താൻ ഇതൊക്കെ ചെയ്തത് എന്നൊരു മൊഴിയാണ് വിജയകുമാർ നൽകിയത്. ഇത് പത്മകുമാറിനെ വലിയ കുരുക്കിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പത്മകുമാറിനെതിരെ പാർട്ടി യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല. MV ഗോവിന്ദൻ ഉൾപ്പെടെ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് പോകുന്നു. അത് പാർട്ടിക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് കാരണമാവുകയാണ്. അശ്വതി, എന്തായാലും ഇന്ന് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് D മണിയെയും അതോടൊപ്പം തന്നെ ബാലമുരുകനെയും ശ്രീകൃഷ്ണനെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ SIT വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ D മണിക്ക് സിം ഉൾപ്പെടെ എത്തിച്ചു കൊടുത്ത ആളുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ്. അത്തരത്തിൽ 5 പേരെ ഇന്ന് ചോദ്യം ചെയ്യാൻ SIT സംഘം വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. D മണിയുടെ 2ാം ഘട്ട ചോദ്യം ചെയ്യലാണ് ഇന്ന് നടക്കുക. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നു, അത് ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്നതൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പത്മകുമാറിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോവുകയാണോ എന്നൊരു സംശയവുമുണ്ട്. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കാത്തത് എന്ന് തന്നെയാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിജയകുമാറിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വിജയകുമാർ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു, സഖാവ് പറഞ്ഞിട്ടാണ് താൻ ഇത്തരത്തിൽ ചെയ്തത്, ബാക്കി എല്ലാ കാര്യങ്ങളും സഖാവ് നോക്കിക്കൊള്ളും എന്നാണ് പറഞ്ഞത് എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ പത്മകുമാറിന്റെ ഉൾപ്പെടെയുള്ളവരുടെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം. സഖാവ് നൽകിയ മൊഴി മറ്റൊന്നാണ്. അതായത് പത്മകുമാർ എന്ന സഖാവിന് മറ്റൊരു സഖാവ് കൂടിയുണ്ട്. പക്ഷെ അദ്ദേഹം ദൈവതുല്യനാണ്. പക്ഷെ അദ്ദേഹത്തിലേക്കുള്ള അന്വേഷണം ഇതുവരെയും എത്തിയിട്ടില്ല. അതിനിടെ ഈ D മണിയുടെ സുഹൃത്തുക്കളായ ബാലമുരുകനെയും ശ്രീകൃഷ്ണനെയും ഇന്ന് ചോദ്യം ചെയ്യാൻ SIT നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതെപ്പോഴാകും, അത് എത്രത്തോളം നിർണായകമാകും D മണിയെ സംബന്ധിച്ചിടത്തോളം, ഈ സ്വർണ്ണ കവർച്ചയെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു പിന്നിൽ ഉന്നതരുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഘട്ടത്തിൽ മുതൽ മനസ്സിലാവുന്നത്. ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ SITക്ക് നൽകിയ മൊഴി, അതായത് ഒരു വ്യവസായി രംഗത്ത് വന്നിരുന്നു. ആ വ്യവസായി നൽകിയ മൊഴിയൊക്കെ അനുസരിച്ച് വലിയ രീതിയിലുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ ഉൾപ്പെടെ തട്ടിപ്പുകൾ ഈ ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന് തന്നെയാണ്. അത് കേന്ദ്രീകരിച്ചാണ് ഈ D മണിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. D മണിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ ദേവസ്വം ബോർഡിലെ അംഗങ്ങളും മറ്റു ഉന്നതരും ഒക്കെ തന്നെയും വഴിമാറി പോകുന്നു എന്നൊരു വിമർശനം
ഉയർന്നിരുന്നു. ഇന്ന് ഇപ്പോൾ ഡി മണിയെ വീണ്ടും രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനായി SIT വിളിപ്പിച്ചിരിക്കുകയാണ്. 11 മണിയോടുകൂടിയാണ് SIT എത്താൻ ഡി മണിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബാലമുരുകനെയും ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്യും. ബാലമുരുകനും ശ്രീകൃഷ്ണനും ഡി മണിയുടെ സുഹൃത്തുക്കളാണ്. സിം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തത് ഈ ശ്രീകൃഷ്ണനാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 2 സുഹൃത്തുക്കളെ കൂടി ചോദ്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണക്കാരനായ കിളിമാനൂരുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും നാൾ കൊണ്ട് വലിയ സാമ്പത്തിക സ്രോതസ് ഉണ്ടാവുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ ആ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചോ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നതും നമ്മൾ കണ്ടതാണ്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഈ അന്വേഷണം പത്മകുമാറിനെയും ഡി മണിയെയും മാത്രം കേന്ദ്രീകരിച്ചായിരിക്കുമോ മുന്നോട്ട് പോകുന്നത് എന്നൊരു സംശയമാണ് ഉടലെടുക്കുന്നത്. ശങ്കർദാസിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്ന് തന്നെയാണ് SITക്ക് മുൻപിൽ ശങ്കർദാസ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രായാധിക്യമുണ്ട്, മാത്രമല്ല ആശുപത്രിയിൽ വിവിധ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ ശങ്കർദാസിന്റെ ന്യായീകരണം. അത്തരത്തിൽ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്താതെ ശങ്കർദാസ് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് SIT നേരിടുക എന്നതും ഏറെ നിർണായകമാണ്. അശ്വതി, തീർച്ചയായും ദിസ്ന പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ. വളരെ നിർണായകമാണ്. ഈ കേസിന്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ഇനി വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ദിസ്നയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചത്.